നമസ്കാരം. നിയമസഭാ തെരഞ്ഞെടുപ്പ് തൊട്ടടുത്ത് എത്തി നിൽക്കുമ്പോഴും സംസ്ഥാനം കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയിലാണെന്നുള്ള ആരോപണം ഉയർന്നിരുന്നു. എന്നാൽ സർക്കാരിൻ്റെ സാമ്പത്തിക നില ഭദ്രമാണെന്നും 4000 കോടി രൂപ ഖജനാവിലുണ്ടെന്നുമായിരുന്നു ധനമന്ത്രി KN ബാലഗോപാലിൻ്റെ മറുപടി. എന്നാൽ ഈ 4000 കോടി രൂപയുടെ കണക്ക് എവിടെ നിന്ന് വന്നു എന്ന് അന്വേഷിച്ച് ഇറങ്ങുമ്പോഴാണ് ഒരു വസ്തുത മനസ്സിലാകുന്നത്. ശൂന്യമായിരുന്ന സർക്കാർ ഖജനാവിലേക്ക് വാട്ടർ അതോറിറ്റി വായ്പ എടുത്തിരിക്കുന്ന 4000 കോടിയാണ് എത്തിയിട്ടുള്ളത് എന്നാണ് വിവരം. ജൽജീവൻ മിഷൻ്റെ പണികൾക്ക് വേണ്ടി കരാറുകാർക്ക് നൽകാനുള്ള 7000ഓളം കോടി രൂപയുടെ കുടിശ്ശികയിൽ ഒരു ഗഡു വിതരണം ചെയ്യുന്നതിന് വേണ്ടി നബാർഡിൽ നിന്നും വായ്പ എടുത്ത തുകയാണ് ഈ 4000 കോടി രൂപ. ഈ 4000 കോടിയുടെ കണക്ക് പറഞ്ഞിട്ടാണ് മന്ത്രി ബാലഗോപാൽ ഖജനാവ് ഭദ്രമാണെന്ന് അഭിമാനിക്കുന്നത്. കേരളത്തിൻ്റെ ഖജനാവിൽ പണമുണ്ടെന്നുള്ള ധനമന്ത്രി ബാലഗോപാലിൻ്റെ പ്രസ്താവന വെറും തള്ളാണ് എന്നാണ് പുറത്തു വരുന്ന വിവരം. വാട്ടർ അതോറിറ്റി നബാർഡിൽ നിന്ന് 2ാം ഗഡുവായിട്ട് എടുത്ത വായ്പയാണ് 4000 കോടി രൂപ എന്നുള്ള വിവരമാണ് ഏറ്റവും ഒടുവിലായി പുറത്തു വന്നിരിക്കുന്നത്. ജലജീവൻ മിഷനിൽ കരാറുകാർക്കും റോഡ് അറ്റകുറ്റപ്പണികൾക്കുമായി നൽകാനുള്ളതാണ് 7000 കോടി രൂപയുടെ കുടിശ്ശിക. ഈ കുടിശ്ശിക തെരഞ്ഞെടുപ്പിന് മുമ്പ് ഒരു ഗഡു കൂടി കൊടുത്തു തീർക്കാം എന്ന് കരുതിയാണ് നബാർഡിൽ നിന്നുള്ള 4000 കോടി രൂപയുടെ അടിയന്തര വായ്പ വാട്ടർ അതോറിറ്റി എടുത്തത്. നേരത്തെ 5000 കോടി രൂപയാണ് വാട്ടർ അതോറിറ്റി വായ്പ എടുത്തിരുന്നത്. അതായത് 2 ഘട്ടമായി 9000 കോടി രൂപയാണ് വായ്പയ്ക്ക് അപേക്ഷിച്ചിരുന്നത്. ആദ്യ ഗഡുവായിട്ട് 5000 കോടി രൂപ നേരത്തെ എടുത്തിരുന്നു. ഇതിൽ 3000 കോടി രൂപ മാത്രമാണ് വാട്ടർ അതോറിറ്റിക്ക് ലഭിച്ചത്. ബാക്കി 2000 കോടി രൂപ സർക്കാരിൻ്റെ കൈവശമാണ്. അതും ഇപ്പോൾ വന്നിരിക്കുന്ന 4000 കോടിയും ചേർത്ത് 6000 കോടി രൂപ സർക്കാർ വാട്ടർ അതോറിറ്റിയുടേതായി കൈവശം വെച്ചിട്ടുണ്ട്. ഈ തുക എങ്ങനെ ചെലവഴിക്കും, എങ്ങനെ തിരികെ കിട്ടും എന്നുള്ള ആശങ്കയിലാണ് വാട്ടർ അതോറിറ്റി ജീവനക്കാരും വിവിധ യൂണിയനുകളും. നേരത്തെ എടുത്ത വായ്പയുടെ പലിശ ത്രൈമാസികമായിട്ടാണ് തിരിച്ചടയ്ക്കേണ്ടത്. അതായത് 3 മാസം കൂടുമ്പോൾ ഒരു ഗഡു പലിശ തിരിച്ചടയ്ക്കണമെന്നാണ് നബാർഡുമായി വാട്ടർ അതോറിറ്റി ഉണ്ടാക്കിയിട്ടുള്ള കരാർ. വായ്പ എടുത്തപ്പോൾ അങ്ങനെയുള്ള ഒരു കരാർ പ്രകാരമാണ് നൽകിയിരിക്കുന്നത്. ഇതിൻ്റെ ആദ്യ ഗഡു, ഈ 5000 കോടി ആദ്യം എടുത്തതിൻ്റെ ആദ്യ ഗഡു ഏപ്രിൽ 1-നാണ് തിരിച്ചടയ്ക്കേണ്ടിയിരുന്നത്. ഇതിൻ്റെ തുല്യ ഗഡുക്കളാണ് 3 മാസം കൂടുമ്പോൾ 92.56 കോടി രൂപയാണ് ഈ ഏപ്രിൽ 1-ന് അടയ്ക്കേണ്ടിയിരുന്നത്. ഇതിനുള്ള പണം അനുവദിക്കുകയും ചെയ്തിരുന്നു. ഈ 3 മാസം കൂടുമ്പോൾ ഇത്രയും കനത്ത തുക, ചെറിയ തുകയല്ല, 92.56 ലക്ഷം രൂപയാണ് അടയ്ക്കേണ്ടത്. കനത്ത തുകയാണ് പലിശ ഇനത്തിൽ വരുന്നത്. അങ്ങനെ ഈ തുക അടയ്ക്കുന്നത് വാട്ടർ അതോറിറ്റിയെ സാമ്പത്തിക പ്രതിസന്ധിയിലാക്കും. ജീവനക്കാരുടെ ശമ്പളവും മറ്റ് ആനുകൂല്യങ്ങളും അടക്കം മുടങ്ങുന്ന അവസ്ഥയുണ്ടാകും. വാട്ടർ അതോറിറ്റി നമുക്കറിയാം, എല്ലാ ഡിപ്പാർട്ട്മെൻറ്റുകളും നമ്മുടെ സംസ്ഥാനത്ത് വളരെയധികം പ്രതിസന്ധിയിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് വാട്ടർ അതോറിറ്റിക്ക് പലിശ ഇനത്തിൽ തന്നെ 3 മാസം കൂടുമ്പോൾ 92 കോടിയോളം രൂപ നൽകേണ്ടത്. കഴിഞ്ഞ സെപ്റ്റംബറിലാണ് ജലജീവൻ പദ്ധതികൾ പൂർത്തീകരിക്കാനായിട്ട് 900 കോടി രൂപ നബാർഡിൽ നിന്ന് വായ്പ എടുത്തത്. 2 സാമ്പത്തിക വർഷങ്ങളിലായിട്ട് വായ്പ എടുക്കാനാണ് സർക്കാർ ഈ വാട്ടർ അതോറിറ്റിക്ക് അനുമതി കൊടുത്തിരുന്നത്. ഇതിൽ ആദ്യ ഗഡുവായിരുന്നു നമ്മൾ നേരത്തെ പറഞ്ഞ 5000 കോടി രൂപ. ഈ 5000 കോടി രൂപ അനുവദിച്ചു, നബാർഡ് ഈ പൈസ അനുവദിച്ചു. അപ്പോൾ സർക്കാരിൻ്റെ ഖജനാവിലേക്കാണ് ഈ പൈസ എത്തുന്നത്. അതിൽ വാട്ടർ അതോറിറ്റിക്ക് കൈമാറിയത് 3000 കോടി രൂപ മാത്രമാണ്. ശേഷിച്ച തുകയെക്കുറിച്ച് ഒരു മറുപടിയും സർക്കാർ ഇതുവരെ നൽകിയിട്ടില്ല. വാട്ടർ അതോറിറ്റി നിരന്തരമായി കമ്മ്യൂണിക്കേഷൻ ചെയ്യുന്നുണ്ടെങ്കിൽ പോലും ആ പണത്തെക്കുറിച്ച് പറഞ്ഞിട്ടില്ല. അതിനിടയിലാണ് കരാറുകാരുടെ കുടിശ്ശിക 7051 കോടി രൂപയാണെന്നും റോഡ് അറ്റകുറ്റപ്പണി തീർക്കാൻ 1850 കോടി അടിയന്തരമായി വേണമെന്നും ആവശ്യപ്പെട്ട് വാട്ടർ അതോറിറ്റിയുടെ MD സർക്കാരിന് കത്തെഴുതിയത്. ഈ കത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് വായ്പ എടുക്കാൻ അനുമതി നൽകിയത്. അതായത് വീണ്ടും വായ്പ എടുക്കാൻ അനുമതി നൽകിയത്. ഓർക്കണം, 5000 കോടി രൂപ ഓൾറെഡി വായ്പ എടുത്തു കഴിഞ്ഞു. അതിൽ 3000 കോടി രൂപ മാത്രമാണ് സർക്കാരിന് കൊടുത്തത്. അതിൽ 3000 കോടി രൂപ മാത്രമാണ് വാട്ടർ അതോറിറ്റിക്ക് കൊടുത്തത്. ഈ റോഡ് കുഴിച്ചത് നന്നാക്കിയതിനുള്ള കരാറുകാർക്ക് കൊടുക്കാൻ 1850 കോടി രൂപ വേണമെന്നിരിക്കെ ഈ 2000 കോടി രൂപ സർക്കാരിൻ്റെ കൈവശമുള്ളത് വാട്ടർ അതോറിറ്റിക്ക് നൽകാതെ വീണ്ടും ഒരു 4000 കോടി രൂപ കൂടെ നബാർഡിൽ നിന്ന് കടമെടുക്കാൻ കഴിഞ്ഞ മാസം 14-ന് ഉത്തരവിറക്കുകയായിരുന്നു. അങ്ങനെ നബാർഡിൽ നിന്നും ലഭിച്ച ഈ തുക ഇത് പൂർണ്ണമായും ജലജീവൻ പദ്ധതിക്കായി വിനിയോഗിക്കുമെന്ന കാര്യത്തിൽ ഉറപ്പൊന്നുമില്ല.
അതായത് 2 സാമ്പത്തിക വർഷങ്ങളിലായി എടുക്കേണ്ട തുകയാണ് ചുരുങ്ങിയ സമയത്തിനുള്ളിൽ ഒന്നിച്ചെടുക്കുന്നത്. ഇത് വലിയ അപകടമാണ്. ഈ വാട്ടർ അതോറിറ്റിയെ സംബന്ധിച്ചിടത്തോളം വലിയ അപകടമാണെന്ന് ജീവനക്കാർ തന്നെ പറയുന്നുണ്ട്. അതായത് ഈ മാസം മുതൽ 92.56 കോടി രൂപ പലിശ അടയ്ക്കണം. 21.7 ലക്ഷം ജലജീവൻ കണക്ഷൻ ഇതുവരെ നൽകിയിട്ടുണ്ട് സംസ്ഥാനത്ത്. അതിൽ നിന്ന് ലഭിക്കുന്ന വരുമാനം 8 കോടിയിൽ താഴെയാണ്. അതായത് ഈ പറയുന്ന പലിശ അടയ്ക്കേണ്ടതിൻ്റെ ഒരു 100% പോലും ആകുന്നില്ല എന്നുള്ളതാണ് അതിൻ്റെ സത്യം. പലിശ അടയ്ക്കൽ സർക്കാരിൻ്റെ ഉത്തരവാദിത്തമായിട്ട് തന്നെ മാറും. അതിനായി ഇനി വേറെ ഒരു വായ്പ കൂടി എടുക്കേണ്ടി വന്നേക്കും. അങ്ങനെതാണ് സ്ഥിതി. നിലവിൽ പ്രതിമാസം 22 കോടി രൂപയാണ് വാട്ടർ അതോറിറ്റി നഷ്ടത്തിലോടുന്നത്. ഈ വാട്ടർ അതോറിറ്റിയെ വൻ കടക്കണിയിലേക്ക് തള്ളിയിടുകയാണ് സർക്കാരിൻ്റെ തെറ്റായ സാമ്പത്തിക നയം കാരണം ഈ ഒരു വകുപ്പ് വാട്ടർ അതോറിറ്റി, ഇത് നമുക്കറിയാം, ഈ വകുപ്പ് കൈകാര്യം ചെയ്യുന്നത് കേരള കോൺഗ്രസ് എമ്മിൻ്റെ മന്ത്രിയായിട്ടുള്ള റോഷി അഗസ്റ്റിനാണ്. അപ്പോൾ മന്ത്രി അടക്കമുള്ള ആൾക്കാർക്ക് ഈ അപകടകരമായ വസ്തുത അറിയാമെങ്കിൽ പോലും ഈ വാട്ടർ അതോറിറ്റിയെ വൻ കടക്കണിയിലേക്ക് തള്ളിയിടുന്ന സർക്കാരിനെതിരെ ഒരു ചെറുവിരൽ അനക്കാൻ, അല്ലെങ്കിൽ തങ്ങൾക്ക് ആവശ്യമുള്ള എത്ര തുകയാണ്, തങ്ങളുടെ സാമ്പത്തികാവസ്ഥ എന്താണ് എന്ന് മനസ്സിലാക്കുന്ന കാര്യത്തിൽ പോലും കാര്യക്ഷമമായി പ്രവർത്തിക്കാൻ കഴിഞ്ഞിട്ടില്ല എന്നാണ് സംഘടനകൾ ആരോപിക്കുന്നത്. അതായത് വാട്ടർ അതോറിറ്റിയിലെ വിവിധ യൂണിയനുകൾ ആരോപിക്കുന്നു. ജീവനക്കാർ വളരെയധികം ഭീതിയിലാണ്. കാരണം അവർക്ക് മനസ്സിലാവും വലിയൊരു സാമ്പത്തിക കെണിയിലേക്കാണ് ഈ വകുപ്പ് നീങ്ങുന്നത്, വാട്ടർ അതോറിറ്റി നീങ്ങുന്നത്. അതിനിടയിലാണ് സർക്കാരിൻ്റെ ഈ കയ്യിട്ടുവാരൽ. 6000 കോടി രൂപയാണ് നിലവിൽ വാട്ടർ അതോറിറ്റി വായ്പ എടുത്ത തുക സർക്കാർ കൈവശം വെച്ചിരിക്കുന്നത്. ഓർക്കണം, 1ഉം 2ഉമല്ല, 6000 കോടി രൂപ. ഇപ്പോൾ ഏറ്റവും ഒടുവിലായി ഖജനാവിലേക്ക് വന്ന 4000 കോടി രൂപ ചൂണ്ടിക്കാട്ടിയിട്ടാണ് ധനമന്ത്രി പറയുന്നത് സർക്കാർ ഖജനാവ് ഭദ്രമാണ്, സർക്കാർ ഖജനാവിൽ 4000 കോടി രൂപയുണ്ട്. ഈ 4000 കോടി രൂപ ആരുടേതാണെന്ന് ചോദിച്ചാൽ വാട്ടർ അതോറിറ്റിയുടേതാണ്. നിലവിൽ ഇപ്പോൾ ഈ സർക്കാർ സ്ഥാനമൊഴിയും, പുതിയ സർക്കാർ അധികാരത്തിൽ വരും. ആ വരുന്ന സമയം വാട്ടർ അതോറിറ്റിക്ക് കിട്ടാനുള്ള ഇപ്പോഴുള്ള ഈ 4000 കോടിയും മുൻപുള്ള 2000 കോടിയും ചേർത്ത് 6000 കോടി ഈ പുതിയതായി അധികാരത്തിൽ വരുന്ന സർക്കാർ നൽകുമോ, അതോ അതും തങ്ങളുടെ കയ്യിൽ നിന്നും പോകുമോ എന്നുള്ള ആശങ്കയിലാണ് വാട്ടർ അതോറിറ്റിയിലെ ജീവനക്കാർ. എന്തായാലും പിണറായി സർക്കാർ ഇറങ്ങുമ്പോൾ കേരള സംസ്ഥാനത്തിൻ്റെ ഖജനാവ്, പ്രയോഗങ്ങളുണ്ട്, ഖജനാവിൽ പൂച്ച വെറ്റ് കിടക്കുകയാണ്, അല്ലെങ്കിൽ ഖജനാവിൽ എലി മാത്രമേ ഉള്ളൂ എന്നുള്ള പ്രയോഗങ്ങൾ, ആ പ്രയോഗങ്ങൾ തീർത്തും ശരിയാണെന്ന വിധത്തിലാണ് ഇപ്പോൾ കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത്. സംസ്ഥാന സർക്കാരിൻ്റെ ഖജനാവിൽ ഒന്നും തന്നെയില്ല. ആകെ ഉള്ളത് വാട്ടർ അതോറിറ്റി നബാർഡിൽ നിന്ന് കടം വാങ്ങിയ 4000 കോടിയാണ്. എരന്ന് തിന്നുന്നവനെ തുരന്ന് തിന്നുന്ന പണിയാണ് നമ്മുടെ സർക്കാർ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ തെരഞ്ഞെടുപ്പിൽ അതിനുള്ള മറുപടി നമ്മുടെ വോട്ടർമാർ നൽകുമെന്ന് തന്നെ വേണം നമുക്ക്